ക്ലാസ്സിൻ്റെ പരിസര പഠനം ചാപ്റ്റർ 2 സെക്കൻഡ് പാർട്ട് വിരൽ ചിത്രങ്ങൾ. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കൂ. കണ്ടോ, ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കണം. വിരൽ ചിത്രങ്ങളാണിത്. സവിശേഷതകളിലെ വൈവിധ്യം. താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതെന്ന് കണ്ടെത്തി എഴുതൂ. ഇത് ഏത് ജീവിയുടേതാണ്? ആന. അടുത്തതോ? മയിൽ. അടുത്തത് ഇതിൻ്റെ സീബ്ര. അടുത്തതോ? കോഴി. ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെ വിധത്തിലാണ്? ഏതൊക്കെ രീതിയിലാണ്? നിറം, പുള്ളികൾ, ആകൃതി, വലുപ്പം. നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെ? പുള്ളികൾ കണ്ടാലോ? നിറവും കൊമ്പും കണ്ടാൽ തിരിച്ചറിയുന്ന ഒരുപാട് ജീവികളില്ലേ? ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. ആകൃതിയിൽ ആനയുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്, നിറത്തിലുണ്ട്. അത് കണക്ക് തന്നെ വരകൾ കൊണ്ട് സീബ്ര. പുള്ളികളുള്ളത് ഏതാ? മാൻ, പുലി, കടുവ. ഇതൊക്കെ വ്യത്യാസമുള്ളതല്ലയോ? അടുത്തത് നോക്കിയാൽ കടലിലെ ജീവികൾ. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ. മീനുകളുടെ മാത്രമല്ല, മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതൂ. ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കുക. ഇത് ഏത് ജീവിയുടേതാണ്? പേര് അറിയാമോ? കടൽ കുതിര. അടുത്തതോ? കടൽ മുള്ളൻ പന്നി. അടുത്തതോ? കടൽ വെള്ളരി. അടുത്തതോ? കടൽ പശു. ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും? ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. നീലത്തിമിംഗലം എന്താണ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഏതാ? നീലത്തിമിംഗലം. പലവിധം അങ്ങനെ സഞ്ചാരം. ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? കടലാസ് മടക്കി ഇവ നിർമ്മിക്കുക. കണ്ടോ, ഓരോ ജീവികളുടെ പടങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ടോ? മീനുണ്ട് അതിനകത്ത് അല്ലേ, കൊക്ക്, തവള. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കുക. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തു. നടക്കുന്നവ. നടന്നു പോകുന്ന ജീവികൾ ഏതൊക്കെ? ആന, സിംഹം, പുലി, കടുവ, മാന്, കുതിര. അതൊക്കെ. ഇഴയുന്നവയോ? പാമ്പ്, തേരട്ട, പഴുതാര. പറക്കുന്നവ? തത്ത, കുയിൽ, കാക്ക. വേറെയൊക്കെ എഴുതാം. മൈന, കൊക്ക്. നീന്തുന്നവയോ? മീൻ, ആമ, മുതല. മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി നിരീക്ഷിക്കുക. ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തവളയും പുൽച്ചാടിയും ചാടിയല്ലി പോകുന്ന ചാടും. ജീവികൾ നോക്കുക. ഇത് ഏത് ജീവിയുടെ പടം എടുത്തിരിക്കുന്നത്? കുതിര. ശരീരത്തിൻ്റെ സവിശേഷത എന്തുവാ? പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകളുണ്ട് കുതിരയ്ക്ക്. സഞ്ചാര രീതിയോ? നടക്കുന്നു, ഓടുന്നു. അടുത്ത എന്തുവാ? പാമ്പ് അല്ലേ? കൈകാലുകളില്ല, ചുരുണ്ട് കൂടി കിടക്കാൻ കഴിയുന്നു, ഇഴയുന്നു. അടുത്ത എന്തുവാ? പ്രാവ്. ചിറകുകൾ കൂർത്തത്. ചുണ്ടും ചിറകുകളുണ്ട്, കൂർത്ത ചുണ്ടും നഖവുമുണ്ട്. അടുത്തയോ? പറക്കുന്നു, നടക്കുന്നു. അടുത്തതോ? മീനിൻ്റെയോ? പരന്ന ശരീരം, നിറച്ചെന്തുണ്ട്? ശകുലങ്ങളുണ്ട്. അതൊക്കെ അതുകൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും? നീന്താനേ പറ്റത്തുള്ളൂ. താറാവിൻ്റെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പട്ടിക വിപുലീകരിക്കുക. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് സഞ്ചാര രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് താറാവിന് നടക്കാൻ പറ്റും, നീന്താൻ പറ്റും അല്ലേ? ഓരോ ജീവികൾക്കും അതിൻ്റെതായ സഞ്ചാര രീതികളും നീന്തുന്നതിനും ഒക്കെ പ്രത്യേകതകളുണ്ട് അല്ലേ? അതാണ് ഈ പാഠത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു.